ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. നല്ലൊരു ആരാധന, നല്ലൊരു വർഷിപ്പ് ദൈവം നമുക്ക് തന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് ആദ്യമേ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അനവധി ആൾക്കാർ ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ എവിടെ ആയിരുന്നാലും ദൈവം നമ്മളോട് ഇടപെടുന്നതായിരിക്കും. അത് നമ്മൾ ചിലപ്പം വീട്ടിലായിരിക്കും, യാത്രയിലായിരിക്കും, ചിലപ്പം എത്ര ദൂരെ മൈലുകൾക്ക് ദൂരെ ആണെങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ശ്രദ്ധയ്ക്കായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസംഗത്തിലേക്ക് നമുക്ക് കിടക്കാം. അനവധി ആൾക്കാർ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അനവധി പുരുഷന്മാരും സ്ത്രീകളും അനവധി പേര് ഈ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ഹിഡൻ ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ ഒന്ന് സംസാരിക്കുവാൻ ആഗ്രഹപ്പെടുന്നത്. ബൈബിളിൽ നമ്മൾ ഒട്ടുമുക്ക നോക്കുവാണെങ്കിൽ എബേദ് മലേക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എബേദ് മലേക്ക് എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ആ വ്യക്തി നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്നൊന്ന് പുറത്തേക്ക് ഒന്ന് വന്ന ചരിത്രം കൊണ്ട് നമുക്ക് കാണാം. യെരമ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിച്ചു നോക്കുവാണെങ്കിൽ 39 അധ്യായത്തിൽ നമ്മൾ കാണുവാൻ നമുക്ക് സാധിക്കും. സെദെക്കിയാവ് എന്നൊന്ന് പറയുന്ന ഒരു രാജാവ് ആ ആണ്ടിൽ അവിടെ വാഴ്ച വെക്കുന്നുണ്ടായിരുന്നു. ഒരു ദേശം ഭരിക്കുന്ന രാജാവായിരുന്നു സെദെക്കിയാവ്. സെദെക്കിയ രാജാവിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തിക്ക് 3 പ്രത്യേകത ഉണ്ടായിരുന്നു. ആ വ്യക്തി സ്വയം തീരുമാനം എടുക്കുവാൻ പ്രാപ്തനല്ലായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയുവാൻ സാധിക്കുന്ന ഭയങ്കരമായിട്ട് തീരുമാനം എടുക്കാൻ പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു സെദെക്കിയാവ് രാജാവ്. പലപ്പോഴും തീരുമാനശേഷി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു സെദെക്കിയാവ്. നമുക്ക് ബൈബിൾ പ്രകാരം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. സെദെക്കിയാവിൻ്റെ കാലത്ത്, ഹല്ലേലൂയ, സെദെക്കിയാവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വാഴ്ചയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആലോചന പറയുവാൻ വേണ്ടി ദൈവം ഒരു ബാലനെ തിരഞ്ഞെടുത്തെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ബാലന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ വെറും 13 വയസ്സുള്ളൊരു ബാലനായിരുന്നു. സെദെക്കിയാവിൻ്റെ മുൻപാകെ നിന്ന് സംസാരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ മീഡിയ കൂടെ കേൾക്കുന്ന അനവധി ആൾക്കാരുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രായം പരിധി നമ്മൾ വെച്ച് പലപ്പോഴും നമ്മൾ പുറകോട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയുന്ന ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു പ്രായമെന്നുള്ള ഒരു വിഷയമേ അല്ല. നമ്മൾ ദൈവത്തിനെങ്കിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ യെരമ്യാവുടെ നാവിൻ്റെ കൂടെ ഇരുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് ദൈവം തരുന്ന ഒരു ഉറപ്പാണ്. അനവധി പേര് നമുക്കവിടെ കാണാൻ സാധിക്കും. അനവധി പുരോഹിതന്മാരുള്ള കാലഘട്ടമായിരുന്നു. സെദെക്കിയാവിൻ്റെ കാലത്ത് നമ്മൾ കാണാൻ സാധിക്കും. പുരോഹിതന്മാർ ഉണ്ടെങ്കിലും അവർ എത്രത്തോളം ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുന്ന ആൾക്കാരല്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രസൻസ് അല്ലെ ദൈവം തരുന്ന സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുവാനോ അല്ലെ ദൈവത്തിന് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുവാനോ സെദെക്കിയാവിൻ്റെ ആണ്ടിൽ ഉള്ള ആൾക്കാർക്ക് ഒട്ടും സമയം ഇല്ലാത്ത കാലഘട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് ആ 13 വയസ്സുള്ള ബാലനെ ദൈവം തെരഞ്ഞെടുത്ത്, ഒരു പ്രോഫിറ്റിനെ ദൈവം തെരഞ്ഞെടുത്ത് ശക്തമായിട്ട് നിലപാടെടുക്കുന്ന വ്യക്തിയെ ദൈവം ഉപയോഗിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സെദെക്കിയാവിൻ്റെ അടുക്കലേക്ക് ചെന്നു ദൈവം പറഞ്ഞ ആലോചന യെരമ്യാവ് കൈമാറിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. യെരമ്യാവ് സെദെക്കിയാവിനോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അടിമത്തത്തിൽ പോകണമെന്ന്. പക്ഷേ സെദെക്കിയാവിൻ്റെ ഹൃദയത്തിൽ ഒരു അഹംഭാവം ഉണ്ടായി. ഞങ്ങളോ അടിമത്തത്തിൽ പോകണോ? ഇല്ല, ഞങ്ങൾ അതിന് സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സെദെക്കിയാവ് നിന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമുക്ക് ഓരോരോ അരുളപ്പാട് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുവാൻ ദൈവം നമ്മുടെ നാവി തരുമ്പോൾ നമ്മൾ പുറപ്പെട്ട് നിൽക്കണം, നമ്മൾ പുറകോട്ട് മാറുവാൻ പാടില്ല. കാരണം ദൈവം തരുന്ന ആലോചന നമ്മൾ തക്ക സമയത്ത് കൈമാറണം. ഒരു പക്ഷേ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ കൂടെ കാണത്തില്ല, ഒരു പക്ഷേ നമ്മുടെ സഹോദര ബന്ധങ്ങൾ നമ്മുടെ കൂടെ കാണത്തില്ല, ഒരു പക്ഷേ നമ്മുടെ ചാർച്ചക്കാർ നമ്മുടെ കൂടെ കാണത്തില്ല, നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കൂടെ കാണത്തില്ല. എങ്കിലും യഹോവയാകുന്ന കരം നമ്മുടെ കൂടെ എപ്പോഴും ചലിക്കുമെന്ന് നമ്മൾ അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. സെദെക്കിയാവ് സത്യത്തിൽ നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷെ സെദെക്കിയാവ് നമുക്ക് കാണാൻ സാധിക്കും, സെദെക്കിയാവിനോട് സ്പഷ്ടമായിട്ട് ദൈവത്തിന് ആലോചന കൈമാറിയപ്പോൾ സെദെക്കിയാവ് അത് കൈക്കൊണ്ടില്ല. എങ്കിലും യെരമ്യാവ് അത് കണ്ട് ഭയപ്പെട്ടില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ
ചില സംഘങ്ങൾ ഒരുമിച്ച് കൂടി നമുക്ക് കാണാൻ സാധിക്കും സെദക്കിയാവിനോട് ചെന്ന് പറയുന്നതായിട്ട്, അതായത് യെരമ്യാവിന്റെ അഗേൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു. അവർ എല്ലാവരും നമുക്ക് കാണാൻ സാധിക്കും യെരമ്യാവിനെ പിടിച്ച് ഒരു പൊട്ട കിണറ്റിലിട്ടെന്ന്, ഒരു പൊട്ട കുഴിയിലിട്ടെന്ന് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് കാണാൻ സാധിക്കും പൊട്ട കിണറ് അല്ലെ വെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. ഒരു കുഴിക്കകത്ത് നമ്മൾ വീണ് കഴിഞ്ഞാലും ഹല്ലേലൂയ ആരും കര എത്തത്തില്ലായിരിക്കും. നമ്മൾ ചിന്തിക്കും നമ്മുടെ പാസ്റ്റർ ആയിരിക്കും നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ ഭർത്താവായിരിക്കും വന്ന് സഹായിക്കുന്നത്, അല്ലെ നമ്മുടെ ഭാര്യ സഹോദരി ആയിരിക്കും വന്ന് സഹായിക്കുന്നത്. ആരുമില്ലാത്ത സ്ഥാനത്ത് ഏത് കുഴിയിൽ നമ്മൾ വീണ് കിടന്നാലും ഹല്ലേലൂയ ആരെ കര എത്തിയില്ലേലും എത്തുന്ന ഒരു കര നമ്മുടെ കൂടെ ഉണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരവാ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സ്പഷ്ടമായിട്ട് തുടർമാന ചരിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ യെരമ്യാവിനെ അവര് കുഴിക്കകത്തിട്ടെന്ന് കാണാൻ സാധിക്കും. ആ കുഴിക്ക് പ്രിയജനം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പണ്ട് കാലത്ത് ആൾക്കാർ വെള്ളം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുഴിയായിരുന്നു. ഭയങ്കര അടി താഴ്ചയുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ ഒരു കുഴി മോളിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇടുവാണെങ്കിൽ ഒന്നെങ്കിൽ ആ വ്യക്തിയുടെ ബോൺസ് ക്രാക്ക് ആവും. ഹല്ലേലൂയ. ഒന്നെങ്കിൽ ശരീരത്തിന് ക്ഷതം പറ്റും. ഹല്ലേലൂയ. എങ്കിലും ആ യെരമ്യാവിനെ ആ കുഴിക്കകത്തിട്ട്, നമുക്കറിയാം ആ കുഴിക്കകത്ത് ചേരും ചെളിയും നിറഞ്ഞ കുഴിയാ. അധികം നേരം അല്ലെ അധികം ദിവസം നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്സിജന്റെ ലെവൽ അവിടെ കുറവായിരിക്കും. ആഹാരമില്ലാതെ ഒരു വ്യക്തിക്ക് അധികകാലം അവിടെ പിടിക്കപ്പെട്ട് നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ ഹല്ലേലൂയ ജീവന്റെ ശ്വാസം, അതായത് ഓക്സിജൻ അത്യാവശ്യമാണ്. ഒരു ലെവൽ വരെ നമുക്ക് അത്യാവശ്യമായിരിക്കുന്നു. യെരമ്യാവിനെ ആ കുഴിക്കകത്ത് ഇട്ട അവസ്ഥ ഹല്ലേലൂയ ഒരു വ്യക്തി എബീദ്മേലെക്കിന്റെ കാതുകളിൽ അത് അറിഞ്ഞു. ഹല്ലേലൂയ. യഹോവയുടെ ഭയം അല്ലെ ദൈവിക സ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവൻ ഒതുങ്ങി നിൽക്കത്തില്ല. ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരു വിപത്തി വരുമ്പോൾ ഹല്ലേലൂയ ആ വ്യക്തി ഓടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെദക്കിയാവ് നമുക്ക് കാണാൻ സാധിക്കും യെരമ്യാവിനെ ആ കുഴിക്കകത്തിട്ടു. ആ കുഴിക്കകത്തുനിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എബീദ്മേലെക്കിന്റെ കാതുകളിൽ അതായത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവഭക്തൻ അവിടെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ഉടനെ ഓടി വന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സെദക്കിയാവിന്റെ അടുത്ത് വന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ പുത്രൻ, അതായത് കർത്തദാസനായിരിക്കുന്ന അല്ലെ എവിടെ ഒരു ഭക്തനെ അങ്ങ് എന്തോ ചെയ്തേക്കുന്ന ആ കുഴിക്കകത്ത് ഇട്ടേക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ആ വ്യക്തിയോട് അല്ലെങ്കിൽ സെദക്കിയാവിനോട് നമുക്ക് കാണാൻ സാധിക്കും എബീദ്മേലെക്ക് സംസാരിച്ചു. ഹല്ലേലൂയ. യെരമ്യാവേ, നീ ആ കുഴി കടന്നപ്പോൾ നീ പ്രതീക്ഷിച്ച് കാണുമായിരിക്കും നിന്റെ ചാർച്ചക്കാരൻ നിന്നെ സഹായിക്കാൻ വരുമായിരിക്കും, നിന്റെ ബന്ധുമിത്രാദികൾ സഹായിക്കാൻ വരുമായിരിക്കും, നീ മറ്റു പലരിലും ആയിരിക്കും ചിലപ്പോൾ നീ ആശ്രയം വെച്ചെങ്കിലും പക്ഷെ അവിടെ യഹോവയുടെ കരം ഹല്ലേലൂയ നീ ഇവിടെ കുഴിക്കകത്ത് കിടന്നപ്പോൾ മറ്റിടത്ത് ദൈവം ഒരാളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അത് മറ്റാരുമല്ല, എബീദ്മേലെക്കായിരുന്നു. എബീദ്മേലെക്ക് ഓടി വന്നു. ഹല്ലേലൂയ. സെദക്കിയാവിനോട് പറഞ്ഞ് ഹല്ലേലൂയ ഭക്തനായ ദൈവത്തിന്റെ ഭക്തനെ നിങ്ങൾ ഇങ്ങനെ ഈ ക്രൂരത ചെയ്യലെന്ന് പറഞ്ഞു. അതായത് സെദക്കിയാവ് പിന്നെ പറഞ്ഞു ഹല്ലേലൂയ സഹായിപ്പാൻ പിന്നെ ഒരു മനസ്സലിവ് തോന്നി. ഉടനെ തന്നെ എബീദ്മേലെക്കിനെ നമുക്ക് കാണാൻ സാധിക്കും ഓടിപ്പോയി ഹല്ലേലൂയ കുറെ വസ്ത്രങ്ങൾ എടുത്ത് ഹല്ലേലൂയ ചുറ്റി നമുക്ക് കാണാൻ സാധിക്കും ആ കുഴിയിലേക്ക് എബീദ്മേലെക്ക് ഇട്ടുകൊടുത്തെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അതൊരു കരുതലല്ലേ? ഹല്ലേലൂയ. നമുക്ക് കാണാൻ സാധിക്കുന്നേ ഹല്ലേലൂയ ഒരു കരുതൽ. നമ്മൾ എബീദ്മേലെക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ ഇല്ലയോ? ആർക്കും വേണ്ടാതെ നമ്മൾ ഹല്ലേലൂയ നമ്മൾ നടന്നിട്ടില്ലയോ? ഹല്ലേലൂയ. എബീദ്മേലെക്കിന്റെ ചരിത്രം നമ്മൾ പഠിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ആ വ്യക്തിയുടെ പേര് പോലും അതല്ലെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. എബീദ്മേലെക്ക് എന്ന് പറയുമ്പോൾ ഒരു പാവം ഗോത്രത്തിൽ നിന്ന് വന്ന വ്യക്തിയാ. ഹല്ലേലൂയ. നുബിയ എന്ന് പറഞ്ഞ ഒരു പട്ടണം ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ. ഹല്ലേലൂയ. ആഫ്രിക്കയിൽ 154 സ്ഥലത്തിനകത്ത് ഹല്ലേലൂയ നുബിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഹല്ലേലൂയ. ആ ഒരു ഗോത്രത്തിൽ നിന്ന് വന്ന വ്യക്തിയായിരുന്നു എബീദ്മേലെക്ക്. ഹല്ലേലൂയ. എബീദ്മേലെക്കിനെ നമ്മൾ നോക്കുവാണെങ്കിൽ രാജാവിന്റെ ഹല്ലേലൂയ കൊട്ടാരത്തിൽ ഹല്ലേലൂയ രാജ്ഞിമാരൊക്കെ കൂടെ ഹല്ലേലൂയ ജോലി ചെയ്യുവാൻ വേണ്ടി അടിമത്തത്തിൽ പിടിച്ചോണ്ട് വന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ.
അത് നമുക്ക് കാണാൻ സാധിക്കും. ഹാലേലുയ, അതൊരു പുരുഷനായിരുന്ന വ്യക്തിയുടെ ഹാലേലുയ ലിംഗത്തെ അവർ എന്തോ ചെയ്തെന്ന് ഹാലേലുയ ഛേദിക്കപ്പെട്ടു. ഹാലേലുയ, ഛേദന ലഭിച്ച വ്യക്തിയായിരുന്നു. സ്വന്തമായിട്ട് പേരില്ല, ബന്ധുമിത്രാദികളില്ല. ഹാലേലുയ, ഛേദിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഹാലേലുയ, ഒരു സ്ഥിരമായിട്ടൊരു പേര് പോലും ഇല്ലാത്ത വ്യക്തി. ഹാലേലുയ, നമ്മൾ എപ്പോഴും ഓർക്കണം ദൈവമക്കളെ. ഹാലേലുയ, നമുക്കൊരു പേരുണ്ട്. ഹാലേലുയ, നമ്മൾ വന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട്. ഹാലേലുയ, നമുക്കൊരു കുടുംബമെങ്കിലും ഉണ്ട്. ഹാലേലുയ, ഒന്നുമില്ലാത്ത ആളുപോലും ഇറങ്ങി തിരിച്ച് യെരമ്യാവിനെ സഹായിപ്പാൻ ഇറങ്ങി തിരിച്ച്. ഹാലേലുയ, അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം. ഹാലേലുയ, എബീദ്മേലെക്കിന് ഒത്തിരി കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഹാലേലുയ യെരമ്യാവിനെ സഹായിപ്പാൻ ഹാലേലുയ മടി കാണിച്ചില്ല. ഹാലേലുയ, നമ്മൾ ഒരു വ്യക്തിയെ ഹാലേലുയ ബൈബിൾ പ്രകാരം നോക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്ത് അതിന്റെ പ്രതിഫലം പോലും ദൈവം ഹാലേലുയ മറക്കാതെ ദൈവം നമുക്ക് തരുന്ന ദൈവമാണ്. ഒട്ടുമിക്ക ചരിത്രത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓർക്കും എബീദ്മേലെക്കേ ദൈവം നിന്നെ മറന്നെന്ന്. ഹാലേലുയ, അടിമത്തത്തെ ഹാലേലുയ അവിടെ എതിർ രാജ്യങ്ങൾ ബാബിലോൺ സാമ്രാജ്യങ്ങൾ ഹാലേലുയ ചിതറിപ്പാഞ്ഞ് ഓടി വന്ന് ഇസ്രായേലി മക്കളെ ഹാലേലുയ അടിമപ്പെടുത്താൻ നോക്കി. ഹാലേലുയ, എബീദ്മേലെക്കേ നീ അന്ന് സഹായിച്ചില്ലയോ? നിന്റെ ഭക്തനെ നീ അന്ന് സഹായിച്ചില്ലയോ? നിന്റെ ഭക്തനെ ആരും കണ്ടില്ലെങ്കിൽ നീ അവിടെ ഇറങ്ങി വന്നില്ലയോ? ഹാലേലുയ, അന്ന് നീ സഹായിപ്പാൻ നീ ഒരുക്കത്തോടെ ആയിരുന്നോണ്ട് ഹാലേലുയ എബീദ്മേലെക്കേ ഈ ലോകത്തിനെ ഞാൻ നശിപ്പിച്ചാലും ഞാൻ നിന്നെ നശിപ്പിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. ഹാലേലുയ, നമ്മൾ ഒന്ന് ഓർക്കണം ദൈവമക്കളെ, നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിലായിരുന്നാലും ഏതൊക്കെ മേഖലയിലായിരുന്നാലും ഹാലേലുയ നമ്മൾ ചെറിയൊരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്തെന്നെങ്കിലും ഹാലേലുയ ഒരു പക്ഷെ നമ്മൾ മറന്നു പോയിരിക്കും. പക്ഷെ ഒരിക്കലും മറക്കാത്ത നമ്മുടെ ദൈവമാണ്. ഹാലേലുയ, പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാലേലുയ, ബൈബിൾ പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ രീതിയിൽ ഒരു പച്ചയായ ഒരു മനുഷ്യനായിരുന്നു യോസഫ്. ഹാലേലുയ, യോസഫിന്റെ ജീവിത ചരിത്രം നോക്കുമായിരുന്നെങ്കിൽ ഹാലേലുയ യോസഫിന്റെ ജീവിതത്തിൽ ദുഃഖം വന്നിട്ടുണ്ട്, പ്രതികൂലം വന്നിട്ടുണ്ട്. ഹാലേലുയ, സ്വന്തം ബന്ധുമിത്രാദികൾ അവനോട് എതിരെ നിന്നിട്ടുണ്ട്. ഹാലേലുയ, യോസഫിന്റെ ജീവിതം നമ്മൾ നോക്കുവാണെങ്കിൽ ഹാലേലുയ പൊട്ടക്കിണറ്റിന്റെ അവസ്ഥ പോലും വന്നിട്ടില്ലേ? ഹാലേലുയ, എങ്കിലും അവൻ വിശ്വസ്തനായിരുന്നു. ഹാലേലുയ, എബീദ്മേലെക്കിനെ നോക്കുവാണെങ്കിൽ അവനായിരിക്കുന്ന സ്ഥാനത്ത് ആ വ്യക്തി വിശ്വസ്തയോടെ ആയിരുന്നു. ഹാലേലുയ, യോസേഫിന്റെ ജീവിതത്തിൽ പൊട്ടക്കിണറ്റിന്റെ അവസ്ഥകൾ വന്ന് ഹാലേലുയ പൊത്തിഫറിന്റെ വീട്ടിൽ ഹാലേലുയ പാപം അവനെ മാടി വിളിച്ചപ്പോഴും ഹാലേലുയ ഒരു പക്ഷേങ്കിലും ആ മുറിക്കകത്ത് ആരും നിന്നെ കാണുന്നില്ലായിരുന്നു. യോസഫിനെ ആരും കാണുന്നില്ലായിരുന്നു, കാണുന്ന ദൈവം മാത്രമേ ഉള്ളായിരുന്നു. ഒരു പക്ഷേ പൊത്തിഫറിന്റെ ഭാര്യ അവന്റെ അടുത്ത് വന്നപ്പോ യോസഫിന് ഒന്ന് കണ്ണടക്കാവായിരുന്നു. ഹാലേലുയ, എങ്കിലും ആ ദൈവത്തിന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ഹാലേലുയ, നമ്മൾ പലപ്പോഴും ഹാലേലുയ പാപക്കരകളിൽ നമ്മൾ വീണു പോകാറില്ലയോ? ഹാലേലുയ, അല്പനേരത്തുള്ള സന്തോഷത്തിന് വേണ്ടി ഹാലേലുയ നമ്മളും ഹാലേലുയ ഈ വചനമൊക്കെ ചില സമയത്ത് നമ്മൾ മറന്നു പോകാറില്ലേ? എങ്കിലും നമ്മൾ ഓർക്കണം, നമ്മൾ ആരും കണ്ടില്ലെങ്കിലും കാണുന്ന രണ്ട് കണ്ണുകൾ എപ്പോഴും നമ്മുടെ മേളിലുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഹാലേലുയ, പലപ്പോഴും ലോകത്തിന്റെ പാപമോഹങ്ങൾ ഹാലേലുയ നമ്മളെ മാടി മാടി വിളിക്കും. പാട്ടുകാരൻ പോലും ഹാലേലുയ നമുക്ക് കാണാൻ സാധിക്കും, പാട്ടുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹാലേലുയ, വെള്ളത്തിൻ കൂമീല പോലെ മിന്നി വീലങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേക്കുകിൽ. വെള്ളത്തിൻ കൂമീല പോലെ മിന്നി വീലങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേക്കുകിൽ. ഹാലേലുയ, നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഹാലേലുയ, ജഡിക സുഖങ്ങൾ, ജഡമോഹങ്ങൾ ഹാലേലുയ നമ്മുടെ മാടി വിളിക്കും. എങ്കിലും നമ്മൾ എന്തോ ആയിരിക്കണം, നമ്മൾ യഹോവയെങ്കിലും നമ്മൾ എന്തോ ആയിരിക്കണം, വിശ്വസ്തയോടെ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, നമ്മളെ ആക്കിയിരിക്കുന്ന മേഖലകളിൽ ഒക്കെ നമ്മൾ വിശ്വസ്തയോടെ നമുക്കായിരിക്കണം. ഹാലേലുയ, മത്തായിയുടെ സുവിശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ 25-ാം അധ്യായം തുടർമാനം നമ്മൾ വായിച്ചുകൊണ്ട് നോക്കുവാണെങ്കിൽ ഹാലേലുയ വിശ്വസ്തതയെ കുറിച്ച് നമുക്ക് ഹാലേലുയ പല കാര്യങ്ങൾ അവിടെ കാണുവാൻ നമുക്ക് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മൾ നോക്കുവാണെങ്കിലും ഹാലേലുയ നമുക്ക് അവിടെ അതായത് അവസാനത്തെ ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഹാലേലുയ 3 പേർക്ക് താലന്തുകളെ വിതരണം ചെയ്തു കൊടുക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഹാലേലുയ,
നമുക്കും പലപ്പോഴും ദൈവം നമുക്ക് പല താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. മത്തായി 25:14-30 വാക്യത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ ഹല്ലേലൂയ, ഓരോരുത്തരെ വിളിച്ച് താലന്തുകളെ കൊടുത്തെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ വ്യക്തിക്ക് 5 താലന്ത്, രണ്ടാമത്തെ വ്യക്തിക്ക് ഹല്ലേലൂയ 2 താലന്ത്, മൂന്നാമത്തെ വ്യക്തിക്ക് നമുക്ക് കാണാൻ സാധിക്കും 1 താലന്തിനെ കൊടുത്ത്. ഹല്ലേലൂയ, നമുക്ക് കാണാൻ സാധിക്കും താലന്ത് കൊടുത്ത് ഹല്ലേലൂയ അവരവരുടെ പ്രാപ്തിക്ക് അനുസരിച്ച താലന്തുകളെ വ്യാപാരം ചെയ്ത് അല്ലെ കൊടുത്തെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 5 താലന്ത് ലഭിച്ചവൻ ഹല്ലേലൂയ 5 മാത്രം ഒതുങ്ങിയില്ല, 5 കൂടെ നേടിയെടുത്ത് അതവൻ 10 ആക്കിയെന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വ്യക്തി 2 താലന്ത് കൊണ്ട് ഒതുങ്ങിയില്ല, അവൻ 2 കൂടെ ഹല്ലേലൂയ നേടിയെടുത്തെന്ന് കാണാൻ സാധിക്കും. 1 താലന്ത് കിട്ടിയ വ്യക്തി ഹല്ലേലൂയ 1 കൊണ്ട് തന്നെ ഒതുങ്ങിപ്പോയി. ഹല്ലേലൂയ, അത് മൂടി വെച്ച് അല്ലെ കുഴിച്ചിട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ദൈവജനമേ, നമ്മൾ എവിടൊക്കെ ആയിരുന്നാലും ദൈവം നമുക്ക് ഓരോരോ താലന്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, അത് വിശ്വസ്തോടെ നമ്മൾ എന്തോ ചെയ്യണം? വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ, അന്ത്യകാലം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, നമുക്ക് ദൈവം തന്നേക്കുന്ന വ്യാപാരം കൊണ്ട് ഹല്ലേലൂയ ഇവിടെ കുഴിച്ചു മൂടുവാനല്ല. ഹല്ലേലൂയ, ലോകത്തെമ്പാടും പോയി ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുവാന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, നമുക്ക് ചെറിയ പ്രാർത്ഥിക്കുവാനുള്ള കഴിവാണോ? ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പാടാനുള്ള കഴിവാണോ ദൈവം തന്നേക്കുന്ന? ഹല്ലേലൂയ, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, അങ്ങനെ ഒരു വ്യക്തിക്ക് 1 താലന്ത് ദൈവം കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഹല്ലേലൂയ, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച നമുക്ക് ഹല്ലേലൂയ ദൈവം നമുക്ക് ഓരോരോ താലന്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, അപ്പം നമ്മൾക്ക് വരുന്ന ദിനകാലം ഹല്ലേലൂയ ആ താലന്ത് ഒന്ന് ജ്വലിപ്പിച്ചെടുക്കണം. ഹല്ലേലൂയ, നമുക്ക് വിശ്വസ്തയോടെ നമുക്ക് ആയിരിക്കണം. ഹല്ലേലൂയ, ഇവിടം കൊണ്ട് ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതം. ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥൻ ഹല്ലേലൂയ നമ്മുടെ പക്കലേക്ക് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന വ്യാപാരം അല്ലെ ഞാൻ നിനക്ക് ഏൽപ്പിച്ച ശുശ്രൂഷ ഹല്ലേലൂയ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന താലന്ത് ഹല്ലേലൂയ നീ എന്തോ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ മൗനമായിരിക്കുവാൻ അല്ല. ഹല്ലേലൂയ, അതുകൊണ്ട് ഈ വരുന്ന ദിനങ്ങളിൽ ഹല്ലേലൂയ ദൈവം നമ്മൾ ഏൽപ്പിച്ചു തരുന്ന ഹല്ലേലൂയ ഓരോരോ താലന്തും ചെറിയ താലന്തല്ല. ഹല്ലേലൂയ, അത് വരുന്ന രീതി ദൈവം എപ്രകാരം നമുക്ക് തരുന്നു ഹല്ലേലൂയ അപ്രകാരം നമുക്ക് നമ്മുടെ താലന്തുകളെ നമുക്ക് ഒതുക്കുവാനല്ല. ഹല്ലേലൂയ, അത് വ്യാപാരം ചെയ്യുവാൻ മടിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ, എപ്പോഴും നമ്മൾ എവിടൊക്കെ ആയിരുന്നാലും നമ്മൾ ഏതൊക്കെ മേഖലയെ സഞ്ചരിച്ചാലും ഹല്ലേലൂയ നമ്മൾ കൂടെ ചിലപ്പം ഹല്ലേലൂയ ആരും കാണത്തില്ലായിരിക്കും. എബീദ് മലേക്കിന്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ആരും ഇല്ലായിരുന്നു. ഹല്ലേലൂയ, സഹായിപ്പാൻ ആരും ഇല്ലായിരുന്നു. ഹല്ലേലൂയ, എങ്കിലും തൻ്റെ ദൈവഭക്തന് വേണ്ടി ഇറങ്ങി തിരിച്ചെന്ന് കാണാൻ സാധിക്കും. എബേദ് മലേക്കിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു കിണറിന്റെ അവസ്ഥ വന്ന് ഹല്ലേലൂയ കുഴിയുടെ അവസ്ഥ വന്ന് ഹല്ലേലൂയ പ്രത്യാശ പലപ്പോഴും മറ്റ് ആൾക്കാരെ മേളിൽ വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ അസ്തമിച്ചു പോയിട്ടുണ്ട്. ഹല്ലേലൂയ, എങ്കിലും ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചു. യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പൊട്ടക്കിണറ്റിന്റെ അവസ്ഥ വന്ന് ഹല്ലേലൂയ പാപത്തിന്റെ ഹല്ലേലൂയ മാടി വിളിക്കുന്ന അവസ്ഥ വന്ന് എങ്കിലും അതിനകത്ത് വിശ്വസ്തയോടെ ആയിരുന്നു. ഹല്ലേലൂയ, മത്തായി 25:14-30 വരെ നമുക്ക് നോക്കുവാണെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ഓരോരോ താലന്തും ഹല്ലേലൂയ തക്കതായ രീതിയിൽ അവരവരുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം ഹല്ലേലൂയ അവർ വ്യാപാരം ചെയ്തു. ഹല്ലേലൂയ, അവർ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഹല്ലേലൂയ ഓഫീസുകളാകട്ടെ അല്ലെ നമ്മുടെ കുടുംബജീവിതമാകട്ടെ നമ്മുടെ ഭവനമാകട്ടെ അല്ലെ നമ്മുടെ ചർച്ച് ആകട്ടെ അല്ലെ നമ്മൾ താമസിക്കുന്ന പാർപ്പിടമാകട്ടെ അല്ലെ നമ്മൾ താമസിക്കുന്ന ദേശത്തിലാകട്ടെ ഹല്ലേലൂയ ദൈവജനമേ ഹല്ലേലൂയ എപ്പോഴും നമ്മൾ വിശ്വസ്തയോടെ നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ, മറ്റൊന്നിനുമല്ല, നമ്മുടെ നാമം പുകഴുവാനല്ല. ഹല്ലേലൂയ, നമ്മളെ കാണുമ്പോൾ മറ്റ് ആൾക്കാർ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ താഴ്മ എന്താണെന്ന് അവർ അറിയണം. ഹല്ലേലൂയ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു സാക്ഷ്യം അനിവാര്യമാണ്. ഹല്ലേലൂയ, നമ്മൾ ഇവിടെ നല്ലൊരു സാക്ഷ്യം ഭവിക്കുന്ന അല്ലെ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ വിശ്വസ്തയോടെ ഭവിക്കുവാണെങ്കിൽ ജീവിക്കുവാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ചെയ്തേക്കുന്ന ഹല്ലേലൂയ തക്കവണ്ണം ഹല്ലേലൂയ നല്ലതായാലും തീയതായാലും ഹല്ലേലൂയ താൻ്റെ പ്രവർത്തിക്ക് വണ്ണം ഹല്ലേലൂയ പ്രതിഫലങ്ങളെ തരുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ, ഈ വരുന്ന ദിനങ്ങളിൽ നമ്മുടെ ഭൂമിയിൽ നമ്മൾ എത്ര പ്രവാസകാലം എത്രയെന്ന് നമ്മൾ അറിയുന്നില്ല. ദൈവം ഏൽപ്പിച്ചേക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഹല്ലേലൂയ ചെറുതായാലും വലുതായാലും ഹല്ലേലൂയ താലന്തായാലും വിശ്വസ്തതയായാലും ഹല്ലേലൂയ തക്ക സമയത്ത് തക്ക രീതിയിൽ നമ്മളെ ദൈവം എല്ലാവരും വ്യാപാരം ചെയ്യുവാൻ വേണ്ടി ദൈവം ഏവരെ ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.